ഹായ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഈ ഇടയ്ക്ക് നടത്തിയ ചെറിയൊരു യാത്രയെ പറ്റിയുള്ളതാണ് കേട്ടോ. മൺസൂൺ കാലത്ത് പോകാൻ പറ്റിയൊരിടം, ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. കോട്ടയം ജില്ലയിലെ കളത്തൂർ സ്ഥിതി ചെയ്യുന്ന അരുവിക്കൽ ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ഒരു മൺസൂൺ കാലത്താണ് ഏറ്റവും കൂടുതൽ ഭക്തർ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. അതായത് ഒരു 20 മിനിറ്റ് എടുക്കും. ഇനി ഞാൻ ജോലി ചെയ്യുന്ന കോളേജിൽ നിന്നാണെങ്കിൽ വെറും 4.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രം ഇത്രയും പോപ്പുലർ ആയത് ഈ ഒരു സോഷ്യൽ മീഡിയയുടെയൊക്കെ വരവോടുകൂടിയാണ്. ഒരു 1-2 വർഷങ്ങളായി മൺസൂൺ കാലത്ത് ധാരാളം ആളുകൾ അവിടെ പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു ക്ഷേത്രം എത്തുന്നത്. ആദ്യം അങ്ങോട്ടേക്ക് എത്താനുള്ള വഴിയെ പറ്റി പറയാം. കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഏറ്റുമാനൂർ കൂടി വെമ്പള്ളി കടന്ന് ഈ ഒരു കളത്തൂർ അരുവിക്കൽ ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും എറണാകുളത്തു നിന്നുമൊക്കെ വരുന്നവർക്ക് കുറവലങ്ങാട് കൂടി തോട്ടുവ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിലെത്താവുന്നതാണ്. എല്ലാ റോഡുകളിലും ദിശാ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മഴക്കാലമാണ് കേട്ടോ. ആ ഒരു സമയത്ത് അത്രയും ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ക്ഷേത്രവും ചുറ്റുപാടും നമുക്ക് തരുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു അരുവിക്ക് അരികിലായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് അരുവിക്കൽ എന്നുള്ള പേര് വന്നത് എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. ക്ഷേത്രത്തിന് മുമ്പിലൂടെ ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും. പാറകളിലൂടെ ചിതറിത്തെറിച്ചൊഴുകുന്ന ജലകണികകളെ വകഞ്ഞു മാറ്റി അരുവിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള കൈവരിയിൽ പിടിച്ചു വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. തെളിനീരൊഴുകുന്ന ആ ഒരു അരുവിയുടെ അകമ്പടിയോടെ ഭഗവാനെ വലം വയ്ക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ശാന്തിയും സന്തോഷവും ഒക്കെ അനുഭവപ്പെടും. ചുറ്റും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പ്രകൃതി, നനുത്ത കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന ചന്ദനഗന്ധം, വിടർന്നു നിൽക്കുന്ന പൂച്ചെടികൾ എല്ലാം നമ്മുടെ കണ്ണിന് നൽകുന്നൊരു ദൃശ്യവിരുന്ന് വാക്കുകൾക്ക് അതീതമാണ്. ഞങ്ങൾ പോയതൊരു വൈകുന്നേര സമയമാണ്. ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ തിരിച്ചു പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കൊരു ശാന്തിയും സമാധാനവും ഒക്കെയാണ് അവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നത്. ഇരട്ട ശ്രീകോവിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന സവിശേഷത. മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൂടാതെ നാലമ്പലത്തിനുള്ളിൽ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. നെയ്വിളക്കും ധാരയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. മഹാദേവനെ തൊഴുതിറങ്ങിയാൽ അനുഗ്രഹമരുളുന്ന ശാസ്താവിനെയും വണങ്ങാം. പത്നി പ്രഭയ്ക്കും പുത്രൻ സത്യകനുമൊപ്പമാണ് ഇവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ളത്. സമീപത്തായി നാഗദൈവങ്ങളും ഭദ്രകാളി പ്രതിഷ്ഠയുമുണ്ട്. പഞ്ചാമൃതവും പാലഭിഷേകവും ഒറ്റ നാരങ്ങാമാലയും ഒക്കെയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ നടയിലെ പ്രധാന വഴിപാടുകൾ. ശിവരാത്രി, കർക്കിടക വാവ് ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ ഒഴുകുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിനടിയിലായിട്ട് ഒരു ഗുഹയുള്ളതായിട്ടൊക്കെ കഥകളിൽ പറയുന്നുണ്ട്. മഴ കനത്താൽ ക്ഷേത്രത്തിന് പുറത്ത് മാത്രമല്ല മുറ്റത്തും നാലമ്പലത്തിനുള്ളിലും ഒക്കെ വെള്ളം എത്താറുണ്ട്. എന്തായാലും ഈ മൺസൂൺ കാലത്ത് കണ്ണിന് കൗതുകമേറുന്നൊരു കാഴ്ച തന്നെയാണിത്. നാനാജാതി മതസ്ഥരായിട്ടുള്ളവരും ഇവിടെ വരാറുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.